നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓപ്പറേഷൻ കാവൽ? ഒരു കൂട്ടം ഗുണ്ടകൾ തിരുവല്ലയിലെ ഒരു സ്പായിൽ കയറി അവിടുത്തെ ജീവനക്കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത വാർത്ത ഇന്നലെ കേരളത്തെ ഞെട്ടിച്ചു. എന്തു സുരക്ഷയാണ് നമുക്ക് കേരളത്തിലുള്ളത്? പട്ടാപ്പകൽ ഒരു നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, തിരുവല്ല മഞ്ഞാടിയിലെ ഒരു സ്പാ സെന്ററിൽ നടന്ന അതിക്രൂരമായ ആക്രമണം. എന്തുകൊണ്ടാണ് ഈ അതിജീവിതയെ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ ഇറങ്ങിത്തിരിക്കാത്തത്? എന്തുകൊണ്ടാണ് അതിജീവിതമാർക്ക് വേണ്ടി സംസാരിക്കുന്ന കേരളത്തിലെ ചാനൽ പുലികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്? മരണസുബിൻ എന്നറിയപ്പെടുന്ന ഒരു കൊടുങ്കുണ്ട 35 മിനിറ്റ് നേരം തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവമാണ് അതിജീവിത ഇന്നലെ കേരളത്തോട് പറഞ്ഞത്. 10 പേരടങ്ങുന്ന വലിയ ഗുണ്ടാ സംഘം 2 വാഹനങ്ങളിലായി ആ സ്പാ സെന്ററിലേക്ക് വരുന്നു. പിന്നീട് 4 പേർ വാഹനങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച വടിവാൾ എടുക്കാൻ തങ്ങൾ പോകുന്നുവെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വാഹനത്തിനടുത്തേക്ക് നീങ്ങുന്നു. സ്ഥാപനത്തിന്റെ റിസപ്ഷൻ കൗണ്ടറിലെത്തിയ ഗുണ്ടകൾ അവിടെയുള്ള ജീവനക്കാരെ ഭയപ്പെടുത്തുന്നു. 2 പാവം പെൺകുട്ടികളാണ് ആ റിസപ്ഷനിലുള്ളത്. അതിലൊരു പെൺകുട്ടിയെ ആ റിസപ്ഷൻ കസേരയിൽ നിന്ന് വലിച്ചിറക്കി അവിടെ ഒരു ഗുണ്ട കയറിയിരിക്കുന്നു. പിന്നീട് ആ സ്പാ സെന്ററിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരിയെ സുബിൻ എന്ന ഈ കൊടുഗുണ്ട വലിച്ച് അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ സ്പായ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ടേബിളിലേക്ക് അവളെ വലിച്ചിട്ടു. അതിക്രൂരമായി ഈ ജീവനക്കാരിയെ പീഡിപ്പിച്ചതിന് ശേഷം അവളുടെ നഗ്ന വീഡിയോ ഇയാൾ പകർത്തി കത്തികൊണ്ട് കഴുത്തിൽ വരയുന്നു. പെങ്ങളായി കാണണമെന്ന് അതിജീവിത പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തടിച്ചു. ദേഹത്ത് മുഴുവൻ സുബിൻ മർദ്ദിച്ചുവെന്നാണ് അതിജീവിത പറയുന്നത്. ഈ സ്പാ സെന്ററിന്റെ ഉടമയോട് 3 ലക്ഷം രൂപ നീ ആവശ്യപ്പെടണം. ആ പണം തന്നില്ല എങ്കിൽ നിന്റെ നഗ്ന ഫോട്ടോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കും. സ്പാ സെന്ററിലേക്ക് കടന്നു വന്ന ഗുണ്ടകൾ 50,000 രൂപ ഇപ്പോൾ നൽകണമെന്നാവശ്യപ്പെട്ടു. ഫോണിൽ നഗ്നചിത്രങ്ങൾ അവർ ചിത്രീകരിച്ചു. റിസപ്ഷൻ ഹാളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരിയെ അകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ സുബിൻ വടിവാൾ കൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തി. പിന്നീട് കഴുത്തിൽ അവൻ കത്തി കൊണ്ട് പോറിച്ചു. അതിനുശേഷം വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. കത്തിമുനയിൽ നിസ്സഹായതയോടെ ആ പാവം പെൺകുട്ടി അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. തുടർന്ന് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് അതിക്രൂരമായി അവളെ അവൻ ബലാത്സംഗം ചെയ്തു. തനിക്കൊപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തക തന്നെ ചതിച്ചുവെന്നാണ് ഈ അതിജീവിത കരുതുന്നത്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ അവൾ ജോലിക്കെത്താത്തതാണ്. എന്നാൽ സഹപ്രവർത്തക അത് ഡ്യൂട്ടിക്കെത്തി. അവർ നന്നായി എന്നെ ഉപദ്രവിച്ചു. മുടിയിലും കയ്യിലുമൊക്കെ പിടിച്ചു വലിച്ചു. അതിഭയങ്കര ഉപദ്രവം. നീ വന്നേ, നിന്നെ കണ്ടാൽ കൊള്ളാമല്ലോ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു മുറിയിലേക്ക് എന്നെ വലിച്ചിഴച്ചത്. പെങ്ങളായിട്ട് കണ്ടുകൂടെ എന്ന ചോദ്യത്തിന് മറുപടി മുഖത്തുള്ള വലിച്ചൊരടി. ഡ്രസ്സുകൾ അഴിച്ചു മാറ്റാൻ ആ ക്രൂരൻ അവളോട് ആവശ്യപ്പെട്ടപ്പോൾ മടിച്ചു നിന്നേ അവൾ അലറിക്കരഞ്ഞു. അവൻ്റെ കാലിൽ വീണ് അവൾ കേണു. എന്നാൽ കത്തിയെടുത്ത് തൊണ്ടക്കുഴയിൽ കുത്തിക്കൊണ്ട് അവൻ അലറുകയായിരുന്നു. ബലാത്സംഗത്തിനിടയിലും അയാൾ ക്രൂരമായി അവളെ ഉപദ്രവിച്ചു. ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്നും തൻ്റെ സ്പാ തകർക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് പറയുന്നു. ഗുണ്ടാ പിരിവായിരുന്നു എങ്കിൽ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കും. സ്പായിലേക്ക് വന്നയുടൻ അവർ പറഞ്ഞത് കൊട്ടേഷൻ എന്നാണ്. പിന്നെ വാതിലടച്ചു. 1ാം നിലയിലായിരുന്നു സ്പാ. അവർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. വീഡിയോ പകർത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിരുവല്ല നഗരത്തിലാണ് ഈ കൊടും ക്രൂരത നടന്നത്. ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ എന്നീ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ട മരണസുബിൻ അടക്കം 3 പേർ കസ്റ്റഡിയിലായി. തിരുവല്ല നഗരത്തിലെ സ്പാകളിൽ ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന മാസപ്പടിപ്പിരിവും ആക്രമണങ്ങളുമൊക്കെ ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ നമ്മൾ കേൾക്കുന്നു. പോലീസിനുമെതിരെ ഇപ്പോൾ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി തിരുവല്ലയിലെ ഒരു സ്പായിൽ നടന്ന ഗുണ്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസാക്ഷിയുള്ള മനുഷ്യർ നടുങ്ങിപ്പോകും. ഇതൊരു വ്യാജ അതിജീവിതയുടെ കഥയല്ല. കേരളത്തെ നടുക്കിയ ഈ ഗുണ്ട ആക്രമണവും ബലാത്സംഗവും എന്തുകൊണ്ട് ചിലരുടെ മനസാക്ഷിയെ വന്ന് തറയ്ക്കുന്നില്ല? എന്തുകൊണ്ടവർ പ്രതികരണത്തിന്റെ വാളുയർത്തി സമൂഹ മാധ്യമങ്ങളുടെ നടുമുറ്റത്തേക്ക് കടന്നു വരുന്നില്ല? രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള സ്കോപ്പില്ലാത്തതാണോ? ഇത്തരം ഗുണ്ടകൾക്കെതിരെ സംസാരിക്കാനുള്ള ഭയമാണോ ഈ സോക്കോൾഡ് സാംസ്കാരിക നായകർക്ക്? ഫെബ്രുവരി 1-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക്
10 അംഗ ഗുണ്ടാ സംഘം സ്പായ്ക്ക് മുന്നിലെത്തിയപ്പോൾ ആ പാവം ജീവനക്കാരി ഓർത്തില്ല അതിക്രൂരമായ ആക്രമണത്തിന് താൻ ഇരയാകാൻ പോകുന്നുവെന്ന്. CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കാൻ അവർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. എങ്കിലും ഇൻവെർട്ടർ സഹായത്തോടെ പ്രവർത്തിച്ച ക്യാമറകളിൽ എല്ലാം വ്യക്തം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയാണ് ഈ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചത്. സ്പായിലെ ജീവനക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്തത് കേരളത്തിലാണ്, ഉത്തർപ്രദേശിലോ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാംസ്കാരിക നായകർക്ക് നാവുയരില്ല. ബിസിനസ് വൈരാഗ്യം മൂലം മറ്റ് സ്പാ ഉടമകൾ നൽകിയ കൊട്ടേഷനാണ് എന്ന് സ്പാ ഉടമ പറയുമ്പോൾ നമ്മൾ നഗരത്തിൽ അരങ്ങേറുന്ന കൊട്ടേഷൻ ഗുണ്ട ആക്രമണങ്ങളുടെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കണം. തിരുവല്ലയിലെ പല സ്പാകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മാസപ്പടി ലഭിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണം. സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാർ, DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥർ, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സ്പാകളിൽ നിന്ന് പണം ലഭിക്കുന്നുവെന്നതാണ് ആരോപണം. ലൈസൻസ് ഇല്ലാത്തതും അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഇത്തരം മാസപ്പടികൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കണം. ഗുണ്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടിയിട്ടും എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ പോലീസ് മടിച്ചു? സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ വാർത്താക്കുറിപ്പിറക്കാറുള്ള പോലീസ് ഈ കേസിൽ അതൊഴിവാക്കി. മാസപ്പടി ആരോപണങ്ങൾ ഭയന്ന് പോലീസ് തുടക്കം മുതൽ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഗുണ്ടകൾ സ്പായിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ കൂടി ഉണ്ടായിരുന്നു. കസ്റ്റമറെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം അയാൾക്കൊപ്പം ജീവനക്കാരിയെ കിടത്തി നഗ്ന ഫോട്ടോകൾ പകർത്തി. ഉന്നത സ്വാധീനം തങ്ങൾക്കുണ്ടെന്നും ആരെയും ഭയമില്ല എന്നും മരണ സുബിൻ അലറി പറഞ്ഞു. സ്പായിലെ തന്റെ സഹപ്രവർത്തക ഈ ക്രൂരതയ്ക്ക് ഒത്താശ ചെയ്തു എന്ന ആരോപണം അതിജീവിതം ഉയർത്തുമ്പോൾ എത്ര ക്രൂരമാണ് കേരളം എന്ന് തിരിച്ചറിയുക. കൊടും ക്രിമിനലാണ് മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നു. ഫെബ്രുവരി 1-ാം തീയതി എങ്ങനെ ഇയാളും ഗുണ്ടാ സംഘവും നഗരത്തിലൂടെ കടന്ന് ആ സ്പായുടെ മുന്നിലെത്തി? പുറത്തു പറഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയുമെന്നാണ് സ്പായിലുള്ള ജീവനക്കാരെ ഇവർ ഭയപ്പെടുത്തിയത്. എന്നിട്ടും സ്പാ ഉടമ അതിജീവിതയ്ക്കൊപ്പം നിന്നു. പരാതി നൽകാൻ അവളെ പ്രേരിപ്പിച്ചു. കാപ്പ കഴിഞ്ഞ് ഇറങ്ങിയ പ്രതിയാണ് സുബിൻ. എന്നിട്ടും എങ്ങനെ നഗരത്തിൽ ഇപ്പോഴും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് ഇയാൾക്ക് കഴിയുന്നു? ഒരു കാലത്ത് ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ നടന്ന ജംഗിൾ രാജ് അഥവാ ഗുണ്ടാരാജിനെ കുറിച്ച് പ്രബുദ്ധ മലയാളി രോഷം കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ബീഹാറിലും UPയിലുമൊക്കെ ഇത്തരം ഗുണ്ടകൾ തലപൊക്കിയാൽ അവരുടെ നെഞ്ചിൽ തുള വീഴും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗുണ്ടകളൊക്കെ നല്ലവരായി. എന്നാൽ പ്രബുദ്ധ മലയാളികളുടെ നാട് കേരളം ഇപ്പോൾ നമ്പർ 1 നിൽക്കുന്നത് ഗുണ്ട രാജിലാണ്. മക്കളെ തികഞ്ഞ ഗുണ്ടകളാക്കി വളർത്തുന്ന മാർസിസ്റ്റ് മാതാപിതാക്കളുള്ള കേരളത്തിൽ ഗുണ്ടാരാജ് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് മുമ്പൊരിക്കൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. കേരളത്തിൽ ഗുണ്ടാശല്യമേറുന്നു എന്ന ചിലരുടെ വിലാപം സഹിക്കാതെയാണ് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ചില ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാം എന്ന് പോലീസ് തീരുമാനിച്ചത്. പോലീസ് പിടിയിലായി സ്ഥിരം കുറ്റവാളി എന്ന് ബോധ്യപ്പെട്ട് മജിസ്ട്രേറ്റ് നാടുകടത്തിയ പ്രതിയാണ് മുമ്പൊരിക്കൽ കോട്ടയത്തൊരു 19കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞത്. മകനെ പാതിരാത്രിയിൽ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നൊരമ്മ പരാതിപ്പെട്ടിട്ടും ഒരു ചെറുവിരൽ അനക്കാതെ മാതൃകയായ കേരള പോലീസ്. പോത്തങ്കോട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് പട്ടാപ്പകൽ മുറിച്ചെടുത്ത കാലുമായി ബൈക്കിൽ പ്രകടനമായി വന്ന ഗുണ്ടകൾ ഒടുവിൽ ആ കാൽ പൊതുനിരത്തിലേക്ക് അവർ വലിച്ചെറിയുമ്പോൾ കേരളത്തിന്റെ നെഞ്ചകമാണ് പൊള്ളി വീണത്. പോലീസ് സ്റ്റേഷനുകൾ പോലും ഇന്ന് അരക്ഷിതമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകളില്ല എന്ന് വിലപിക്കുമ്പോൾ മറുവശത്ത് ഗുണ്ട റിക്രൂട്ട്മെന്റുകൾ അതിവേഗം മുന്നോട്ട്. മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്ത്, മണൽ മാഫിയ, കുഴൽപ്പണം എന്നുവേണ്ട ഏത് കൊട്ടേഷൻ സംഘങ്ങളിലും ഇന്ന് യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ നുഴഞ്ഞു കയറുന്നു. അവർക്ക് മുന്നിൽ മരണ സുബിനെ പോലെയുള്ളവർ ആരാധനാപാത്രങ്ങളാകുന്നു. പട്ടാപ്പകൽ ഒരു നിരത്തിൽ അംഗീകൃത സ്പായിലേക്ക് ഇരച്ചു കയറിയ ഗുണ്ടാ സംഘം അവിടെ അതിക്രൂരമായ ആക്രമണവും ബലാത്സംഗവും നടത്തിയിട്ട് എന്തുകൊണ്ട് നിസ്സംഗത? കേരളമേ വിലപിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.